ഇത് സംഭവിച്ചതിലേക്ക് വിശദമായി ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പ്രസിദ്ധീകരിക്കാത്തതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി. വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ പ്രത്യേക താല്പര്യം പാടില്ല, എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ SBI ചെയർമാൻ ബാധ്യസ്ഥനാണ്. ആൽഫ ന്യൂമറിക്കൽ കോഡ്, സീരിയൽ നമ്പർ എന്നിവ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിച്ച് വ്യാഴാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി SBIയോട് നിർദ്ദേശിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ SBIക്ക് തിരിച്ചടി നേരിടുന്നു സുപ്രീം കോടതിയിൽ. ഇന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരുന്നത്? തടസ്സവാദങ്ങളായി SBI ഉന്നയിച്ചത് SBIയുടെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? ഇന്നും SBI സാങ്കേതിക വാദങ്ങൾ ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. വിവരങ്ങൾ എന്നാൽ ആ ഒരു പരിധിയിൽ വരുന്ന ഇത് നമ്പറുകളില്ല എന്നത് വ്യക്തമാക്കുകയായിരുന്നു SBI ചെയ്യാനായി ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വിവരങ്ങൾ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന സുപ്രീം കോടതി അർത്ഥമാക്കിയത് എന്തോ അത് അതിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ ജനങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ വിവരങ്ങളും നൽകുകയാണ് വേണ്ടത്. അക്കൂട്ടത്തിൽ ഈ സീരിയൽ നമ്പരും ആൽഫ ന്യൂമറിക് നമ്പറുകളും എല്ലാം ഉൾപ്പെടും എന്ന് കോടതി പറഞ്ഞു. വിവരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ഈ വസ്തുതകളെല്ലാം ബോധ്യപ്പെടാനായിട്ടുള്ള ഉപാധികളാണ്. ഇതിന് തയ്യാറാകണം SBI എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. SBI തുടർച്ചയായിട്ട് ഈ കോടതി ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അമർഷം രേഖപ്പെടുത്തി. എല്ലാ തവണയും ഉത്തരവുകൾ നൽകിയാൽ മാത്രമേ SBI പാലിക്കുകയുള്ളൂ എന്ന വിധത്തിലേക്കാണ് SBI എത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും ഉചിതമായിട്ടുള്ള നടപടിയല്ല. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് SBIയുടെ ബാധ്യത. അതിന് SBIയുടെ ചെയർമാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യാതെ ഓരോ തവണയും തങ്ങളെ കൊണ്ട് ഉത്തരവ് പറയിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയാണ് SBI എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ സുപ്രീം കോടതി വാദങ്ങളെ ഖണ്ഡിക്കാനായിട്ട് ഹരീഷ് സാൽവെ പല ഘട്ടങ്ങളിലും ശ്രമിച്ചു. കാരണം ഈ സൈലോകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ താരതമ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും സംയോജിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള സമയപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാതെയാണ് തങ്ങളെ വിമർശിക്കുന്നത് എന്നതുൾപ്പെടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് തങ്ങളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. സോളിസിറ്റർ ജനറൽ അറിയിച്ചത് അനുസരിച്ച് ഈ ഹർജിക്കാരായി എത്തിയിരിക്കുന്നവർ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മാധ്യമങ്ങളിലൂടെ മുതലെടുത്ത് തങ്ങളെ വേട്ടയാടുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ആ ഘട്ടത്തിൽ ആരെയും വേട്ടയാടണമെന്നും സുപ്രീം കോടതിക്ക് താല്പര്യമില്ല. മറിച്ച് ഈ വിവരങ്ങളെല്ലാം ഉത്തരവിന്റെ യഥാർത്ഥ താല്പര്യം പരിപാലിക്കപ്പെടണം എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമാകുന്ന നിലപാടുകൾക്കോ തയ്യാറല്ല. മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തങ്ങൾക്കൊന്നും മറ്റൊന്നും പറയാനില്ല എന്നതുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കി. ഏതായാലും വ്യാഴാഴ്ച സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശവും അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അനു കൊലക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ, മുത്തേരി ബലാത്സംഗ കേസിലെ 1-ാം പ്രതി, മോഷ്ടിച്ച ഓട്ടോയിൽ വയോധികയെ കയറ്റി ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയതാണ് മുത്തേരി കേസ്. അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോലീസ് മുത്തേരി സംഭവത്തിലെത്തിയത്. മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കകമാണ് മുജീബ് അനുവിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു. ഒളിവിൽ കഴിയുന്നതിനിടെ മുജീബിനെ പോലീസ് സാഹസികമായി പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒരു പാര എടുക്ക്. വാതിലേശം പൊളിഞ്ഞു. പുറത്തു നോക്കാം. സാറേ വാതിൽ പൊളിക്കല സാറേ, പ്ലീസ് പ്ലീസ് വാതിൽ പൊളിക്കല സാറേ, വാതിൽ പൊളിക്കല സാറേ. എന്തിനാ സാർ വാതിൽ പൊളിക്കുന്നത്? സാറേ വാതിൽ പൊളിക്കുന്നത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇന്നലെ തന്നെ പേരാമ്പ്രയിലെ
മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പോലീസ് പറഞ്ഞത് 50-ലധികം കേസുകൾ ഈ മുജീബിനെതിരെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് വയോധികയെ പീഡിപ്പിച്ച കേസിലടക്കം പ്രതിയാണ്. എന്നിട്ടും ഇയാൾ എങ്ങനെ പുറത്തിറങ്ങി? ഇത്രയധികം കേസുകൾ ഉള്ളപ്പോൾ പലപ്പോഴും ഈ ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കാപ്പ ചുമത്തുകയും ജയിലടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരം നടപടികളൊന്നും മുജീബിനെതിരെ ഉണ്ടായില്ലേ? ഗോകുൽ, മുജീബ് റഹ്മാൻ കൊടും ക്രിമിനലാണെന്ന് തെളിയിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ 1-ാം പ്രതിയാണ് മുജീബ് റഹ്മാൻ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ പേരാമ്പ്ര കേസിന് സമാനമായ കേസുകൾ മലപ്പുറം, ഒപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. ആ പരിശോധനയിലാണ് ഈ മുത്തേരി കേസിലേക്ക് എത്തിയത്. വിവാദമായ ഈ സംഭവം നടക്കുന്നത് 2020 ജൂലൈയിലാണ്. ജോലിക്ക് പോകുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ ശേഷം കൈകാലുകൾ ബന്ധിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ബലാത്സംഗത്തിനൊടുവിൽ ഈ സ്ത്രീയുടെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന ശേഷം ഈ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. അനുവിന് സമാനമായ കേസാണ് അന്ന് മുത്തേരിയിലും നടന്നത്. ഈ കേസിലും വേഗത്തിൽ തന്നെ മുജീബ് റഹ്മാൻ പോലീസിന്റെ പിടിയിലായിരുന്നു. തുടർന്ന് ജയിൽവാസം കഴിഞ്ഞ് ഈ മുജീബ് റഹ്മാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. അതിന്റെ വാദം ഉൾപ്പെടെ കോടതിയിൽ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു സമാനമായ കേസിൽ കൂടി ഇയാൾ പ്രതിയാവുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ നടന്ന കേസിൽ ഇയാൾ ജനുവരി 31-നാണ് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അത് കൊണ്ടോട്ടിയിൽ ഒരു കട കുത്തി തുറന്ന ശേഷം മോഷണം നടത്തിയിരുന്നു. ആ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും തുടർന്ന് ജനുവരി 31-ന് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയുമായിരുന്നു. ആ സംഭവം നടന്ന് ജാമ്യത്തിൽ ഇറങ്ങി 1 മാസം പിന്നിടുമ്പോഴാണ് മറ്റൊരു കേസിൽ പെടുന്നത്. പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 55ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന്. അതിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രതിയെ ഇന്നലെ പിടികൂടുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ പുറത്തുവിടുന്നത്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ രാഹുൽ പുറത്തിറക്കി വിടാൻ കൊള്ളാത്ത അത്രയും ഹൃദയശൂന്യായ വ്യക്തിയാണ് ഈ മുജീബ് റഹ്മാൻ എന്ന് വ്യക്തമാക്കുന്നതാണ് അയാളുടെ പഴയകാല കുറ്റകൃത്യങ്ങളുടെ ചരിത്രം കൂടി. എന്നിട്ടും അയാൾ പുറത്തിറങ്ങുന്നു. കഴിഞ്ഞ ദിവസവും അനു എന്ന ഒരു യുവതിയുടെ ജീവനെടുക്കുന്ന നിലയുണ്ടായി. ഏതായാലും നമ്മുടെ നിയമപാലക സംവിധാനങ്ങൾക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നമാവുകയാണ് അയാൾ എങ്ങനെ പുറത്തിറങ്ങിയെന്നതും. കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ ED അന്വേഷണം വൈകുന്നതിൽ എതിർപ്പ് അറിയിച്ച് ഹൈക്കോടതി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നതായി ED കോടതി അറിയിച്ചു. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അതിവേഗം ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരു ഘട്ടത്തിൽ പോയിരുന്നു. പിന്നീട് ഒരു മെല്ലപ്പോക്കിലേക്ക് പോകുന്നു. അന്വേഷണം എന്നത് കോടതിക്കും അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അതായത് ഈ കേസിലെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകളാണ് ഈ അന്വേഷണം ഇഴയുന്നതിന് കാരണമെന്ന് ED ഇന്ന് കോടതിയിൽ തിരിച്ച് മറുപടി നൽകി. നേരത്തെ ഈ സഹകരണ രജിസ്ട്രാറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് നൽകിയപ്പോൾ ഇതേ ഹൈക്കോടതിയിലെ ഒരു ബെഞ്ചാണ് ഈ അന്വേഷണം ഈ സമൻസ് സ്റ്റേ ചെയ്തത് എന്ന് EDക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ V. നായർ കോടതി മുമ്പാകെ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പകുതിയിലേറെ അന്വേഷണം ഇതിനോടകം പൂർത്തിയായെന്നും മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നും കോടതിയിൽ ഇന്ന് ED ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിലാണ് ഇതുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ V. നായർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. അതേസമയം കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി ഇന്ന് EDയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് പിന്നീട് പരിഗണിക്കാനായി മാറ്റി. എന്തായാലും ഈ കേസ് അന്വേഷണം ഇങ്ങനെ വൈകുന്നതിൽ കോടതിക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ അതിലെ ED നൽകുന്ന വിശദീകരണം കോടതിയുടെ ചില അസമയങ്ങളിലുള്ള ഇടപെടലാണ് ഈ അന്വേഷണം ഇഴയുന്നതിന് കാരണം എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം അടുത്ത തവണ കേസ് പരിഗണിക്കും വരെ. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. BJPയുടെ കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി, ഇവർ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അതല്ലേ ആദ്യം മുതൽ അല്ലേ? അപ്പോൾ ആ തലത്തിലേക്ക് ബന്ധം മാറി. പിന്നെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു, ED പരിശോധന നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവർ തമ്മിൽ ഉണ്ടായത്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത്? അപ്പോൾ നിഷേധിക്കുന്നില്ല, അദ്ദേഹം നിഷേധിക്കട്ടെ. നിരാമയ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം
അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ അല്ല, അതെല്ലാവരും എല്ലാ പാർട്ടി ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസിൽ ചേർന്നു? എത്ര പേര് ചേർന്നു? ഇപ്പം തെലങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിൽ ഇരുന്നിരുന്ന BRS-ൽ നിന്ന് ഇന്നലെയും ഒരു MP MLA കോൺഗ്രസിൽ ചേർന്നു. ഹരിയാനയിൽ നിന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് BJP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ പല ആളുകളും, ചില ആളുകൾ സ്ഥിരമായി ഇങ്ങനെ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. അത്രയുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്? അപ്പോൾ അവർ പലരെയും സമീപിച്ചു കാണും. അതാണല്ലോ BJP-യുടെ ഒരു രീതി. പിന്നെ ഒരു അന്വേഷണം ഇല്ല. അതെങ്ങനെ? രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ കയറാൻ ED മുട്ടുവരയ്ക്കും. ED പിന്നെ നിർത്തി, ED ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി. അപ്പോൾ EP ജയരാജൻ ബുദ്ധിപൂർവമായ, അദ്ദേഹത്തിന് അഡ്വൈസറായിരിക്കാൻ പറ്റിയ ഒരാളെ ED-യും വന്ന IT-യും വന്ന പുള്ളി എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം? അപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച്. നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? കേരളത്തിൽ BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ LDF-ന്റെ കൺവീനർ പറയാണ്. പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെയും ഉൾപ്പെടെയുള്ള BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് LDF കൺവീനർ പറയാണ്. സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല, BJP നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റാണെന്ന്. അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ LDF കൺവീനർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ്. അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ്. BJP-യെ സന്തോഷിപ്പിക്കാൻ, BJP-യെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല, അവിടെ നല്ല സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, UDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷേ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം. എവിടെ പോയി കരുവന്നൂരിലെ ED അന്വേഷണം? എവിടെ പോയി? ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി CPM നേതാക്കളെ. അവരെ എല്ലാം വിരട്ടി നിർത്തിയിരിക്കുകയാണ് ED-യെ കൊണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം നമുക്ക്. BJP-യും CPM-ഉം കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞങ്ങൾ ചെയ്യും. ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും BJP അക്കൗണ്ട് തുറക്കില്ല. 2ാം സ്ഥാനത്ത് പോലും BJP വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 2ാം സ്ഥാനത്ത് പോലും കേരളത്തിൽ BJP-ക്ക് ഒരു സ്പേസും ഇല്ല. സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പേടിയാണ്. മാസപ്പടി കേസിലെ അന്വേഷണത്തെ, SNC ലാവലിംഗ് കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് BJP-യെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ. അതുകൊണ്ട് BJP-ക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി CPM-ഉം പിണറായി വിജയനും ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളത്തിൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ മുംബൈയിൽ നടന്ന സമ്മേളനത്തിൽ CPM CPI വിട്ടുനിന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ KC വേണുഗോപാലും മത്സരിക്കുന്നതിനുള്ള പ്രതിഷേധമൊക്കെയാണ് പറയുന്നത്. ഈ ഒരു നിലപാടിനോട് അങ്ങോട്ട് അല്ല, ആ പ്രതിഷേധം ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് CPM-ന്റെ 2 സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് CPM-ന്റെ 2 സ്ഥാനാർത്ഥി ഇവർ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാഥയിൽ വരില്ല. ഓക്കെ, പക്ഷേ ഞങ്ങളുടെ മുന്നണിയിൽ 2 CPM-കാർ മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഞാൻ ചോദിക്കട്ടെ, CPM എത്ര അടുത്ത് മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര അടുത്ത് മത്സരിക്കുന്നുണ്ട്? എണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലത്തെ പോലെ ഇന്നും CPM നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് BJP-യുമായി CPM-ന് ബന്ധം എന്ന് അദ്ദേഹം ആരോപിക്കുകയായിരുന്നു. ഒപ്പം BJP-ക്കെതിരെ നേരിടുന്നതിൽ BJP-ക്ക് ശക്തമായി നേരിടുന്നത് കോൺഗ്രസ് എന്ന് ആവർത്തിച്ചു. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന നേതാക്കളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ വിതരണക്കാരുമായി ചർച്ച തുടരുന്നു. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട്. മരുന്ന് ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ഉപവാസ സമരം ആരംഭിച്ചു. ഉത്തരവാദിത്വ ബോധം കാണിക്കാത്ത ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്.
കാരണം മെഡിക്കൽ കോളേജ് ഈ വിഷയം വന്നിട്ട് ഒരുപാട് നാളുകളായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബന്ധപ്പെട്ട എല്ലാ കോളേജും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും എല്ലാം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇപ്പം മരുന്ന് കമ്പനികൾക്ക് 75 കോടികൾ കൊടുക്കാറുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. അതുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഇതൊന്നും നിയന്ത്രിക്കാനോ ശ്രദ്ധിക്കാനോ സമയമില്ല, കഴിയുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, അല്പം മുമ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരു 1.5 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് തൽക്കാലത്തേക്കെങ്കിലും ഈ വിതരണക്കാരെ അണിനയിപ്പിച്ച ആ മരുന്ന് പ്രതിസന്ധി, രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും ഗോകുൽ, ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. 11 മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഈ മരുന്ന് വിതരണക്കാരുമായുള്ള ചർച്ച ആരംഭിച്ചത്. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് 24-മായി സംസാരിച്ചിരുന്നു. 1.5 കോടി രൂപ സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിന് കിട്ടാനുള്ളതിൽ. അത് കൊടുത്തു തീർക്കുന്നതോടെ അല്ലെങ്കിൽ അത് നൽകുന്നതോടുകൂടി ഈ ഒരു സമരത്തിൽ നിന്ന് മരുന്ന് വിതരണക്കാർ പിന്മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പങ്കുവച്ചത്. ഏതായാലും തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം മരുന്ന് വിതരണക്കാരും അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഗഡുക്കളായി തങ്ങൾക്ക് നൽകാനുള്ള പണം തന്നു തീരുകയാണെങ്കിൽ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ചർച്ചയിൽ മരുന്ന് വിതരണക്കാർ മുന്നോട്ട് വെച്ചതായാണ് അറിവ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ ചർച്ചയ്ക്കൊടുവിൽ ഈ ഒരു സമരം തീരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സമരത്തിനെതിരെ അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ മരുന്ന് ക്ഷാമത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. MK രാഘവൻ MPയുടെ ഏകദിന ഉപവാസ സമരം പുരോഗമിക്കുകയാണ്. അദ്ദേഹവും ഈ ഒരു പ്രശ്നത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ ഒരു വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം ഇത്രയും ദിവസം ഈ ഒരു മരുന്ന് ക്ഷാമം മെഡിക്കൽ കോളേജിൽ നിലനിന്നിട്ട് കൂടി കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു MK രാഘവൻ MPയുടെ. ശരി അഭിജിത്ത്, ഏതായാലും ദിവസങ്ങളായി തുടരുന്ന ദുരിതമാണ്. രോഗികൾക്ക് അവിടെ പ്രതിഷേധങ്ങൾ ശക്തമായി വരുന്നു. മറുവശത്ത് ചർച്ച നടക്കുകയാണ്. പ്രതീക്ഷയുണ്ട് ഇന്നുകൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.